ഇന്ത്യക്ക് ആദ്യമായി ഒരു സ്വകാര്യ ഉപഗ്രഹം വരുന്നു. അത് റിലയൻസിൻ്റെ ജിയോ ആണ് അതിൻ്റെ ഉടമസ്ഥതയിലുള്ളത്. ആശയവിനിമയ രംഗത്തൊക്കെ വലിയ മുന്നേറ്റം ഉണ്ടാകുന്നു. ഇലോൺ മസ്കിൻ്റെ സ്റ്റാർലിങ്സിന് ബദലായിട്ടാണ് ഇന്ത്യ അതൊരുക്കുന്നത്. എങ്ങനെയായിരിക്കും ഇന്ത്യയുടെ സ്വകാര്യ രംഗത്തുള്ള ഒരു സാറ്റലൈറ്റിൻ്റെ വരവ് അതെങ്ങനെ നമ്മുടെ ആശയവിനിമയ രംഗത്തെ, കമ്മ്യൂണിക്കേഷൻ രംഗത്തെ, ഇൻ്റർനെറ്റ് മേഖലയൊക്കെ സ്വാധീനിക്കും? ഇന്ത്യക്ക് വലിയ മാറ്റം ഉണ്ടാകുമോ സർ? വളരെയധികം മാറ്റം ഉണ്ടാവും. കാരണം ഈ ആശയവിനിമയത്തിനുള്ള സാറ്റലൈറ്റ്സ്, ഉപഗ്രഹം എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ സംഭവമൊന്നുമല്ല. ഇന്ത്യക്ക് സ്വന്തമായിട്ട് വി ഡു ഹാവ് എ ഫ്ലീറ്റ് ഓഫ് സാറ്റലൈറ്റ്സ്. പക്ഷെ ഒറ്റ കാര്യം, ഇതെല്ലാം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നേരിട്ടുള്ള ഉടമസ്ഥതയിലുള്ളതാണ്. ഇൻസാറ്റ് എന്നൊക്കെ പറയുന്ന സാറ്റലൈറ്റ്, ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ടെലിവിഷൻ പ്രോഗ്രാംസ് ഒക്കെ കാണുന്നതും നമ്മളുടെ ഇൻ്റർനെറ്റ് വഴിയുള്ള ആശയവിനിമയം നടക്കുന്നതും ടെലിഫോൺ വഴിയുള്ള ആശയവിനിമയം നടക്കുന്നതൊക്കെ ഈ ISRO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ വിക്ഷേപിച്ച ഉപഗ്രഹങ്ങൾ വഴിയാണ് അധികവും. അപ്പോൾ 10-16 എണ്ണമൊക്കെ ഇപ്പം തന്നെ ഇന്ത്യക്ക് വിവിധ ഓർബിറ്റുകളിൽ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ റിലയൻസിൻ്റെ പ്രത്യേകത, അവരുടെ കമ്പനിയാണ്, സബ്സിഡറിയാണ് ജിയോ എന്ന് പറയുന്നത്. ജിയോ സ്വകാര്യ കമ്പനി. ആദ്യമായിട്ട് ഈ മൊബൈൽ ഫോൺ വന്നപ്പോൾ ആദ്യമായിട്ട് രംഗത്ത് വന്ന സ്വകാര്യ കമ്പനികളിലൊന്ന് ജിയോ ആയിരുന്നു. അവർ വളരെ സക്സസ് ആയി. അവരുടെ ജിയോ പ്രോഡക്ട്സ് വളരെ പോപ്പുലർ ആണല്ലോ. ഇപ്പം ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ടെലിഫോൺ, ഇൻ്റർനെറ്റ് അതല്ലെങ്കിൽ ഈ മൊബൈൽ ഫോൺ സംവിധാനം അവരുടെയാണ്. ഇപ്പോൾ BSNLിൻ്റെയൊക്കെ സ്ഥാനം പോയിരിക്കണം. ഇപ്പോൾ ഇന്നലെ അവരുടെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് നടന്നു, റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ. അപ്പോൾ അതിൽ ആ മീറ്റിങ്ങിൽ വെച്ചിട്ടാണ് അവരുടെ ചെയർമാൻ മുകേഷ് അംബാനി പറഞ്ഞത്, ഞങ്ങൾ ജിയോ ഉടനെ തന്നെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ രംഗത്ത് വരും. നമുക്ക് സ്വന്തമായിട്ട് ഒരു സാറ്റലൈറ്റ് നമ്മൾ ലോഞ്ച് ചെയ്യും. അത് ലോ എർത്ത് ഓർബിറ്റിൽ എന്ന് പറഞ്ഞാൽ 150-160 കിലോമീറ്ററിന് 1000 കിലോമീറ്ററിന് ഇടയ്ക്കുള്ള ഒരു ഓർബിറ്റിൽ വാർത്താവിനിമയം ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു സാറ്റലൈറ്റ് ആയിരിക്കും നമ്മൾ ലോഞ്ച് ചെയ്യുക. അതുമായിട്ട് ബന്ധപ്പെട്ട പേപ്പറുകൾ നമ്മൾ കേന്ദ്ര ഗവൺമെൻറ് നൽകിയിട്ടുണ്ട്, അപ്രൂവലിന് വേണ്ടിയിട്ടും ക്ലിയറൻസിന് വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത, ഈ ലോ എർത്ത് ഓർബിറ്റിൽ ഇവരുടെ ഒരു സാറ്റലൈറ്റ് വരുമ്പോൾ ഇവർ നമുക്ക് ഓഫർ ചെയ്യുന്നത് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ടെലിഫോണിക് കോൺവെർസേഷൻ, ടെലിഫോൺ വഴിയുള്ള സംഭാഷണം, മൊബൈൽ ഫോൺ കമ്മ്യൂണിക്കേഷൻ, പിന്നെ മറ്റേ ടെലികമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് ലൈക്ക് ഇൻ്റർനെറ്റ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ സിനിമ കാണാനായിട്ടുള്ള പ്ലാറ്റ്ഫോം ജിയോ ഒക്കെ ഉണ്ടല്ലോ ഇപ്പം തന്നെ. അതൊക്കെ കൂടുതലും ചിലതൊക്കെ വിദേശ സാറ്റലൈറ്റ് വഴിയാണ് ഓപ്പറേറ്റ് ചെയ്യണം. അതൊക്കെ ഇനിയും ഇന്ത്യൻ നിർമ്മിത സാറ്റലൈറ്റിലേക്ക് വരും. അത് ഒരു സാറ്റലൈറ്റ് മാത്രമല്ല ഇവർ ഉപയോഗിക്കാൻ പോകുന്നത്, 1650 സാറ്റലൈറ്റ്സ് ആണ് അത്രയും അവർ ലക്ഷ്യമിട്ടിരിക്കുന്നത് ഉടനെ തന്നെ. ഇപ്പം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ഇലോൺ മസ്കിൻ്റെ കമ്പനി ഉണ്ടല്ലോ, സ്റ്റാർ ലിങ്ക്സ് എന്ന് വെച്ചാൽ പറഞ്ഞാൽ, അവർ ഇന്ത്യയിൽ പ്രവർത്തിക്കാനായിട്ട് അവർക്ക് എല്ലാം കടലാസും റെഡിയായി കഴിഞ്ഞാൽ അവർ ഉടനെ തന്നെ പ്രവർത്തനം ആരംഭിക്കും. വളരെ കുറഞ്ഞ നിരക്കിലായിരിക്കും അവർ ഇൻ്റർനെറ്റും 5G ഫെസിലിറ്റീസ്, ആധുനിക കമ്മ്യൂണിക്കേഷൻ സംവിധാനമൊക്കെ കൊണ്ടുവരും. അപ്പോൾ വളരെ സ്പീഡിലുള്ള ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി നമുക്ക് ലഭിക്കും. ഇപ്പോൾ ഉള്ള അതൊക്കെ മാറി. ഇപ്പോൾ ഒന്നാമത് ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇൻ്റർനെറ്റ് സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് ഇന്ത്യയാണ്. അപ്പോൾ അതിൻ്റെ മാർക്കറ്റ് കണ്ടിട്ടാണ് മുകേഷ് അംബാനി ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. പക്ഷേ എനിക്ക് ഭയങ്കര അതിശയമായിട്ട് തോന്നിയത്, അയാൾക്ക് 68 വയസ്സായിട്ടേ പ്രായമായിട്ടുള്ളൂ. അയാൾ ചെയർമാൻ്റെ പൊസിഷനിൽ ഇരിക്കുകയുള്ളൂ, കമ്പനിയിലൊന്നും ഇടപെടില്ല. അയാളുടെ 3 മക്കൾ, ആകാശ്, പിന്നെ ആനന്ദ്, ഇഷ, ഇവർ 3 പേരാണ് അവരുടെ കമ്പനികളുടെ ചുമതല. അവർക്ക് 30-40 മധ്യ പ്രായമുള്ള കുറേ അധികം പ്രോഗ്രസീവായിട്ടുള്ള യങ്സ്റ്റേഴ്സിനെ അവർ ട്രെയിൻ ചെയ്തിട്ട് ഇവരെ ഹെൽപ്പ് ചെയ്യാനും ഗൈഡ് ചെയ്യാനുമായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയ തലമുറ എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും ജെൻസി എന്നുള്ള കൺസെപ്റ്റിലേക്ക് വരികയാണ്. മുകേഷ് അംബാനിയും ഭാര്യയും കൂടി വീട്ടിലിരുന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുകയുള്ളൂ, അത്രമാത്രമേ ഉള്ളൂ. അതാണ്. പിന്നെ ഇത് നേരത്തെ വരേണ്ടതായിരുന്നു. ഈ 2014 ശേഷമാണല്ലോ ഈ കമ്മ്യൂണിക്കേഷൻ രംഗത്തേക്ക് പ്രൈവറ്റ് കമ്പനികളെ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. പ്രൈവറ്റ് കമ്പനികൾ പലരും സാറ്റലൈറ്റ് ഫാബ്രിക്കേഷന് വേണ്ടിയിട്ട് തയ്യാറെടുപ്പ് നടത്തിയിട്ടുള്ളവരെ അവർക്ക് പറ്റുമായിരുന്നു ചെയ്യാനായിട്ട്, പക്ഷേ അതിനുള്ള പെർമിഷൻ കൊടുത്തില്ല. അതുപോലെ ഇനിയിപ്പോൾ
കാലക്രമേണ ഈ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളില്ലേ വിക്ഷേപിക്കാനായിട്ട് നമുക്ക് ഈ സാറ്റലൈറ്റിന് ഓർബിറ്റിൽ എത്തിക്കാൻ നമുക്ക് സംവിധാനം വേണമല്ലോ. അതിനുള്ള റോക്കറ്റുകളും തയ്യാറാക്കാൻ സ്വകാര്യ കമ്പനികൾക്ക് പെർമിഷൻ കൊടുക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ISRO തന്നെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞാണ്. പക്ഷെ നമുക്കത് പുറത്ത് പറയാൻ പറ്റൂല, അവരുടെ പേരൊന്നും പറയാൻ പറ്റൂല. വളരെ തന്ത്രപ്രധാനമായ ഒരു റീയൂസബിൾ വെഹിക്കിൾസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. റീയൂസബിൾ വെഹിക്കിൾസ് ആയിരിക്കും. പിന്നെ വളരെ ലോ കോസ്റ്റ് ആയിട്ടുള്ള വെഹിക്കിൾസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഈ ക്രയോജനിക് എൻജിൻ മാറി ഇപ്പോൾ സെമി ക്രയോജനിക് എൻജിൻ, അതായത് 36,000 കിലോമീറ്റർ ദൂരെ ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കാൻ കഴിവുള്ള സാറ്റലൈറ്റ്സ്, പിന്നെ സ്ക്രാം ജെറ്റ് എന്നൊക്കെ പറഞ്ഞൊരു തരം വിക്ഷേപണ വാഹനമുണ്ട്. അതൊക്കെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് ഇപ്പോൾ സ്റ്റാർലിങ്സിനെ പോലെ തന്നെ വേറൊരു കമ്പനിയും ഇന്ത്യയിലേക്ക്, അമേരിക്കൻ കമ്പനിയും ഇന്ത്യയിലേക്ക് പ്രവർത്തിക്കാനായിട്ട് അനുമതി ചോദിച്ചിട്ടുണ്ട്. അവർക്ക് അനുമതി തത്വത്തിൽ കിട്ടിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം ഇത് ഒരു വലിയ റെവല്യൂഷനായിരിക്കും. കാരണം ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ്, നമുക്ക് ഇൻ്റർനെറ്റ് എന്നുള്ളത് ചിലപ്പോൾ പലപ്പോൾ സൗജന്യമായിരിക്കും. നമുക്കിപ്പോൾ മൊബൈൽ ഫോൺ കൊണ്ട് നമ്മൾ പോവുകയാണെങ്കിൽ ഈ നമ്മളറിയാതെ തന്നെ നമ്മൾ ഈ ഇവരുടെ ഗ്രൗണ്ട് സ്റ്റേഷൻ അടുത്ത് കൂടി പോകും, അല്ലെങ്കിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ വി വിൽ ബി കണക്റ്റഡ്, വി വിൽ റിമെയിൻ ഓൾവേസ് കണക്റ്റഡ്. ഇപ്പോൾ നമുക്കിപ്പോൾ പ്രിയനിപ്പോൾ ഒരു മൊബൈൽ ഫോൺ ഉണ്ട്. ആ മൊബൈൽ ഫോൺ സർവീസ് ഉള്ളിടത്ത് മാത്രമേ മറ്റേ ഇൻ്റർനെറ്റ് അത് ലഭ്യമാവുള്ളൂ. പിന്നെ അതിൻ്റെ ഒപ്പം വേറൊരു കാര്യമുണ്ട്. ഇപ്പം നമുക്ക് ഈ മൊബൈൽ ഫോൺ പ്രവർത്തിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഈ ടവേഴ്സ് വെച്ചിട്ടാണ്. എല്ലായിടത്തും ടവേഴ്സ് ഉണ്ടല്ലോ. ഈ ടവേഴ്സിൻ്റെ ആവശ്യമില്ല, മനസ്സിലായല്ലേ? പ്രിയൻ്റെ ഫോണിൽ നിന്ന് നേരിട്ട്, മൊബൈൽ ഫോണിൽ നിന്ന് നേരിട്ട് സാറ്റലൈറ്റിൽ നിന്ന് കമ്മ്യൂണിക്കേഷൻ റിസീവ് ചെയ്യാനും കമ്മ്യൂണിക്കേഷൻ അയക്കാനും സംസാരിക്കാനും സാധിക്കും. അതായത് നമ്മുടെ സാറ്റലൈറ്റ് ഫോൺസ് ഒക്കെ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അതെ. സാർ, പക്ഷേ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ പ്രളയം അതുപോലുള്ള കൊടുങ്കാറ്റൊക്കെ ഉണ്ടായാലും പേടിക്കണ്ട, കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ആവില്ല. അതും പിന്നെ ഇതിനെ കുറിച്ചിട്ടുള്ള മുന്നറിയിപ്പ് നൽകുന്ന തന്നെ സാറ്റലൈറ്റ്സ് ആണ്. ഈ എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ഉണ്ട്. അപ്പോൾ എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് വഴിയും പിന്നെ റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ്സ് ഉണ്ട്. അതുവഴിയും നമുക്ക് കാലാവസ്ഥയെ കുറിച്ചും മറ്റേ ഈ വെള്ളപ്പൊക്കമോ ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത അതിനെക്കുറിച്ചൊക്കെ മുൻകൂർ തന്നെ അവർക്ക് നമ്മളെ അറിയിക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊരു വലിയ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു മെഷറാണ്. ഇതൊരു ഒരു ക്വാണ്ടം ജമ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത്രയും ഈ മൊബൈൽ ഫോണിൻ്റെ ഒരു വലിയ പ്രശ്നം, ഇപ്പോൾ വനാന്തരങ്ങളിലൊക്കെയും ഈ നെക്സലൈറ്റുകളൊക്കെ ഒളിച്ചിരിക്കുമല്ലോ, അവിടേക്ക് പോകുന്ന പോലീസ് ഫോഴ്സിനും അവർക്ക് അവരുടെ ബേസുമായിട്ട് ബന്ധപ്പെടാൻ പറ്റില്ല. കാരണം ടവർ ഇല്ലാത്ത കാരണം അവർക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു സംവിധാനം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നേരിട്ട് സാറ്റലൈറ്റ് ഫോൺ അതിന് സമാന്തരമായിട്ടുള്ള സംവിധാനം വരും. ടവർ ഇല്ലാതെ തന്നെ അവർക്ക് കാട്ടിൻ്റെ ഉള്ളിലോ എവിടേക്കാണെങ്കിൽ നിന്നിട്ട് ഫോൺ ചെയ്യാൻ പറ്റും അവർക്ക്. അതുപോലെ തന്നെ ഇതിപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോഴത്തേക്ക് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇടയ്ക്ക് നമ്മുടെ ഇവിടെ ഒരു പെൺകുട്ടി വനത്തിൽ ഒറ്റപ്പെട്ടു പോവുകയൊക്കെ ചെയ്തല്ലോ, ആ സംഭവം ഒന്നും ഇനി ഉണ്ടാവില്ല. മൊബൈലിൽ ചാർജ് ഉണ്ടെങ്കിൽ നമുക്ക് മാപ്പ് ഉപയോഗിച്ച് നാട്ടിലേക്ക്. മൊബൈൽ ഓഫ് ചെയ്യാത്തടത്തോളം ആ വാർത്ത ഇപ്പൊ ആ വാർത്തനെ പറ്റി കേൾക്കണില്ലല്ലോ. അതിനെപ്പറ്റി അന്വേഷണം നടത്തിയിട്ട് അവരുടെ യഥാർത്ഥ ഇന്റൻഷൻ എന്തായിരുന്നു എന്നുള്ള ഒന്നും അവർ പറഞ്ഞു കേട്ടില്ല. ഇപ്പൊ ഇത് പുറത്തു വരാനുള്ള കാരണം റിലയൻസ് ജിയോ എന്ന് പറയുന്ന കമ്പനി അവരുടെ ഇനീഷ്യൽ പബ്ലിക് ഓഫറുമായിട്ട് ഷെയർ മാർക്കറ്റിലേക്ക് വരികയാണ്. 38,000 കോടി രൂപയുടെ 38,000 കോടി രൂപ അത് പൊതുജനങ്ങളിൽ നിന്നും ഓഹരി ആയിട്ട് പിരിച്ച്, അങ്ങനെയാണ് കമ്പനിക്കുള്ള മൂലധനം അവർ സ്വരൂപിക്കാൻ തീരുമാനിച്ചിരിക്കണം. ഇത് റിലയൻസ് തൊട്ടതൊന്നും മോശമായിട്ടില്ല. ഇപ്പോൾ അവർക്ക് അറിയാം, ബിസിനസ് അറിയാം. നമ്മുടെ അരിപ്രാഞ്ചീനെ പറ്റി പറയില്ലേ ഒരു സിനിമയിൽ, പ്രാഞ്ചിയേട്ടൻ്റെ സെയിൻറ്റിൽ, അവർക്കറിയാം ബിസിനസ് എവിടേക്കാണ് ചെയ്യേണ്ടതെന്ന് അറിയാം അവർക്ക്. അവർ ഫുട്ബോൾ ഇതുവരെ താല്പര്യം തുടങ്ങി, ക്രിക്കറ്റ് ടീമുണ്ട്, എല്ലാം അവർ ലാഭത്തിലാണ് നടത്തിക്കൊണ്ട് പോകുന്നത്. ഒരു കാലത്ത് അവർ വിമൽ എന്ന് പറയുന്ന ഷർട്ടിംഗ് ഒക്കെ പുറത്തിറക്കിയത് ഓർമ്മയുണ്ടോ? അത് 1970-കളിലാണ് വന്നത്. അങ്ങ് കശ്മീർ തൊട്ട് കന്യാകുമാരി വരെയും സൂററ്റ് തൊട്ട് സിൽച്ചാർ വരെ എല്ലായിടത്തും ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു ഓൺലി വിമൽ എന്ന് പറഞ്ഞിട്ട്. അതോടുകൂടി വിമൽ ഒരു ഹൗസ് ഹോൾഡ് നെയിമായിട്ട് മാറി, വിമൽ ഡ്രസ് മുഴുവൻ, ഡ്രസ് മെറ്റീരിയൽസ് ഒക്കെ. അപ്പോൾ അതേപോലെ അവർക്ക് പെട്രോ കെമിക്കൽ ഇതിനകത്തും താല്പര്യമുണ്ട്. പെട്രോ കെമിക്കൽ അവർ ഇന്ത്യയിൽ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ റിഫൈനറി സ്ഥാപിക്കാൻ പോവുകയാണ്. അവർ അമേരിക്കയിൽ സ്ഥാപിക്കാൻ പോകണം. അപ്പോൾ ഇതൊരു സക്സസ് ആവും. ലോകത്തിൻ്റെ ഒരു ആഗോള മുഖമായിട്ട്
റിലയൻസും അംബാനിയും മാറുന്നുണ്ട്. ഓ ഷുവർ, അതൊരു എന്താണ് പറയുന്നത്, ഫ്രം സ്ക്രാച്ച് ടു പാലസ് സ്റ്റോറിയാണ് കേട്ടോ. അവർക്ക് ബിസിനസ് അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുകയാണ് അവർ. ഇന്ത്യക്കാർക്ക് നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം. പ്രൗഡ്. കാരണം നമ്മളൊക്കെ ഇന്ന് ഈ പറയുന്ന ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നതിനൊക്കെ കാരണം ജിയോ ആണ്. കാരണം ഈ ജിയോ ആണ് അതിനെ പോപ്പുലറൈസ് ചെയ്യുന്നത്, ജനറലൈസ് ചെയ്ത് എല്ലാവർക്കും ആക്കി. അത് മാത്രമല്ല സർ, നമുക്ക് ഒരുപാട് ഗുണങ്ങൾ, നമ്മൾ ജീവിക്കുന്ന തന്നെ യൂട്യൂബ് ചാനലിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട സോഴ്സ് ഓഫ് സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ജിയോ ആണ് എന്നുള്ളതാണ്. സർ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷേ എങ്കിലും നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് ഒരു അംബാനി വിരുദ്ധതയുണ്ട്. അത് ഈ മറ്റേ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും പറയണത് ഏറ്റുപിടിക്കുന്നതാണല്ലോ. ഈ കോൺഗ്രസ്സുകാരെ അംബാനിയുടെ കാശ് കൊണ്ടാണ് സർവൈവ് ചെയ്യണം. അവരെല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇഷ്ടംപോലെ പൈസ സംഭാവന കൊടുക്കുന്നുണ്ട്. അത് മുകേഷ് അംബാനി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, സബ് ഹമാരെ ദുക്കാൻ മേ ആയേഗാ നാ. ഇവരൊക്കെ നമ്മുടെ കടയിലേ വരുള്ളൂ പൈസ മേടിക്കാനെന്ന്. അപ്പോൾ അതിൽ കൂടുതലൊന്നും വേണ്ടല്ലോ. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും പ്രബലമായ ഒരു കുടുംബത്തിലെ വനിതയ്ക്ക് വിദേശത്ത് പോകണമെങ്കിലൊക്കെ റിലയൻസിൻ്റെ വിമാനമല്ലേ അവർ ഉപയോഗിക്കുന്നത്. വേറെ വിമാനത്തിലൊന്നും കയറില്ല അവർ. അപ്പോൾ അത് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾക്ക് ഇന്ത്യയുടെ പ്രമുഖമായിട്ടുള്ള ഒരു മുഖമായിട്ട് അദാനിയും അംബാനിയും ഒക്കെ മാറും. പണ്ട് ടാറ്റ ഇതുപോലെയാണ്. ടാറ്റ ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. ടാറ്റയ്ക്കകത്ത് വലിയ പ്രശ്നങ്ങൾ ഇപ്പോൾ അടുത്തിടെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ കൂടിയും ടാറ്റയും ബിർളയും അംബാനിയും അദാനിയും ഒക്കെ ചേർന്നിട്ടാണ് നമ്മുടെ രാജ്യത്തിനെ മുന്നോട്ട് നയിക്കുന്നത്. ഏതായാലും സ്റ്റാർലിങ്സിനെ, അതായത് ഈ പറയുന്ന ഇയാളെ ഉണ്ടല്ലോ ഇലോൺ മസ്കിനെയൊക്കെ ഇനി ഒരു സൈഡിലേക്ക് അങ്ങ് ഒതുക്കുമല്ലോ. ലോകത്തിലെ ആദ്യത്തെ ട്രില്യണറാണ്, നോട്ട് ബില്യണർ, ഈസ് എ ട്രില്യണർ. അപ്പോൾ അയാളെ ഒതുക്കണം എന്നുണ്ടെങ്കിൽ എന്തുമാത്രം എന്താണ് എഫേർട്ട് എടുത്തിട്ടുണ്ടായിരിക്കണം അവർ. ഈ അദാനിനെ നമ്മൾ കുറ്റം പറയുന്നുണ്ടല്ലോ, അദാനിയാണ് പോർട്ട് പണിയാണ്. അദാനി പോർട്ടിലേക്ക് വരാനുള്ള പ്രധാന കാരണം രാജീവ് ഗാന്ധിയാണ്. രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് മുന്ദ്ര എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് മഹാരാഷ്ട്രയിൽ. അവിടെ ഒരു പോർട്ട് തുടങ്ങണമായിരുന്നു, കമ്മോഡിറ്റീസ് ഇറക്കുമതി ചെയ്യാനും കയറ്റുമതി ചെയ്യാനായിട്ട്. ആരും തയ്യാറായിരുന്നില്ല. അവസാനം ഈ എന്താണ് ഗൗതം അദാനിനെ കണ്ടു കഴിഞ്ഞ് രാജീവ് ഗാന്ധി അയാളെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ ദയവേദി ഈ പോർട്ടിൻ്റെ പണി ഏറ്റെടുക്കണം. അദ്ദേഹം പറഞ്ഞാൽ ഇത് യാതൊരു റിട്ടേൺസ് ഇല്ലാത്ത ഇതല്ലേ, നിങ്ങൾ അതൊന്ന് പോയി നോക്കൂ, ഒന്ന് സ്ഥലം നോക്കൂ, വായിച്ചു നോക്കൂ, എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പഠിച്ചു നോക്കൂ. അപ്പം മനസ്സിലാവണം, ഞങ്ങൾ ലൈസൻസ് നിങ്ങൾ പ്രപ്പോസൽ ഒന്നും ഇല്ലാതെ തന്നെ ഞങ്ങളെ ഏൽപ്പിച്ചേക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ രാജീവ് ഗാന്ധി ഏൽപ്പിച്ചു കൊടുത്ത പോർട്ടാണ് ഈ മുന്ദ്ര. ഇന്ത്യ ഗവൺമെൻറ്റിന് തൊടാൻ പേടിയായിരുന്നു. അയാൾ ഏറ്റെടുത്തു കഴിഞ്ഞ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ പോർട്ടായിട്ട് അത് ഡെവലപ്പ് ചെയ്തു, മുന്ദ്ര പോർട്ട്. അപ്പോൾ അതിൻ്റെ അദാനിനെ ഉയർത്തിക്കൊണ്ടുവന്നതിൽ പ്രധാന പങ്ക് കോൺഗ്രസ്സുകാർക്ക്. അതൊരു മുണ്ടൂല അവർ. അത് മാത്രമല്ല, അശോക് ഗെഹ്ലോട്ട് രാജസ്ഥാൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ, അല്ല മധ്യപ്രദേശിൽ തന്നെ എന്താണ് വേറൊരു ചങ്ങാതി മുഖ്യമന്ത്രിയായാലും അവിടെ കമൽനാഥ്, അവരൊക്കെ അദാനിനെ വിളിച്ചിട്ട് അവിടെ ഓരോ ഇൻഫ്രാസ്ട്രക്ചർ വർക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നും അവർക്ക് അദാനി അസ്വീകാര്യനായിരുന്നില്ല. നരേന്ദ്രമോദിയും അദാനി അവർ ഗുജറാത്തികളാണ്. ഇപ്പോൾ എത്രയാണെങ്കിലും ഇപ്പം ഞാനൊരു കാര്യം പെട്ടു, നമ്മളൊരു രാജ്യത്ത് വെച്ചിട്ട് കാണുമ്പോൾ ഒരു മലയാളി എന്നുള്ളൊരു പരിഗണന ഇപ്പം പ്രിയൻ എനിക്ക് തരൂല്ലേ എത്രയാണെങ്കിലും. അപ്പം നാച്ചുറലി അവരിത്രയോ വർഷങ്ങളായിട്ട് പരസ്പരം പ്രൊമോട്ട് ചെയ്യുന്നത് യൂസഫ് അലിയല്ലേ. യൂസഫ് അലിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? യൂസഫ് അലി, പിന്നെ വേറൊരാളുണ്ടല്ലോ ഫാരിസ് അബൂബക്കർ. ഓക്കെ, അപ്പൊ ഈ പിണറായിക്ക് പക്ഷെ ഇപ്പോൾ മുസ്ലിങ്ങളോട് ഒരു ചെറിയ ചായവുണ്ടല്ലേ, മുസ്ലിങ്ങളുടെ. അത് മറ്റേ പുതിയാപ്പിള വരുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. ഏതായാലും സ്റ്റാർലിങ്സിനെയൊക്കെ ഒതുക്കുന്നു. ഇന്ത്യയുടെ വമ്പൻ കരുത്ത് ഇനി ശൂന്യാകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് വരുന്ന ഇന്ത്യ വളരെ ചീപ്പറായിട്ട് ഇന്റർനെറ്റൊക്കെ കൊണ്ടുവരാൻ പോവുകയാണ് അല്ലേ. അതെ, ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്ത്, ആശയവിനിമയ രംഗത്ത്, വാർത്താവിനിമയ രംഗത്ത് ഒരു വലിയ വിപ്ലവം നടക്കാൻ പോവുകയാണ് ജിയോയുടെ സ്വകാര്യ സാറ്റലൈറ്റ് ലോഞ്ചിങ്ങിലൂടെ. അത് ഒരു ട്രെൻഡ് സെറ്റർ ആയിരിക്കും. വേറെ കമ്പനികളും വരും അതിൻ്റെ ഒപ്പം തന്നെ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനായിട്ട്. പക്ഷെ അവരെങ്ങനെ പെർഫോം ചെയ്യുന്നത് എനിക്കറിയില്ല കേട്ടോ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, 4 N നേഷൻ, രാജ്യം.
നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.